നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഡിവൈനിലാണ്. ഡിവൈനിൽ കേരളത്തിലെ കരിസ്മാറ്റിക് ഉണർവിൻ്റെ 50ാമത്തെ വർഷം സുവർണ ജൂബിലിയിൽ നമുക്ക് കണ്ടുകിട്ടിയ മറ്റൊരു വ്യക്തിത്വമാണ് ഏലിയാമ്മ മാത്യു. ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്നറിയപ്പെടുന്ന സഭയിലെ അംഗമാണ്. അപ്പോൾ ഏകദേശം 45 വർഷത്തോളമായിട്ടുണ്ട് ഈ ഒരു മിനിസ്ട്രിയിലേക്ക്, പ്രത്യേകിച്ച് നവീകരണത്തിലേക്ക് വന്നിട്ട്. അപ്പം ലിലി ചേച്ചി അല്ലേ, ലിലി ചേച്ചി എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ചേച്ചിയുടെ അനുഭവങ്ങളൊന്ന് പറയും, എങ്ങനെയാണ് ഈ ഒരു നവീകരണത്തിലേക്ക് വരാനുണ്ടായ കാരണം, എന്താണ് ഇപ്പോൾ ഈ ഒരു 50 വർഷം ആയിട്ട്, പ്രത്യേകിച്ച് ഈ സുവർണ ജൂബിലിയിൽ എന്താണ് വിശേഷിച്ച് ഇന്നത്തെ വിശ്വാസികളോട് പറയാനുള്ളത്? എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്, കരിസ്മാറ്റിക് റിന്യൂവലിനെ കുറിച്ച് ഒത്തിരി തെറ്റായ ധാരണകൾ മനുഷ്യരിലുണ്ട്. അതെല്ലാം മറന്നു കളഞ്ഞിട്ട് നമ്മൾ ആദ്യകാലങ്ങളിലെ ക്രിസ്ത്യാനികൾ 4 സെഞ്ചുറി കാലത്ത് ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ നമ്മൾ കൂട്ടായ്മയിൽ ജീവിക്കുവാനും പരിശുദ്ധ ജീവിതത്തിൽ കൂടുതൽ അടുത്ത് ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി ജീവിക്കുവാനുമുള്ള കൃപ നമുക്ക് ധാരാളമുണ്ട്. ധാരാളം ചാൻസസ് ഉണ്ട്. നമ്മളുടെ സാക്രമെൻസും നമ്മളുടെ ദിവ്യകാരുണ്യ സെലിബ്രേഷൻസ് എല്ലാ ദിവസവും ഇതെല്ലാം നമ്മൾ വിട്ടുകളഞ്ഞിട്ട് കരിസ്മാറ്റിക് റിന്യൂവലിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് മാറി നിൽക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. സൺഡേ ക്രിസ്ത്യൻസ് എന്നും പറയാം. അവരൊക്കെ ഇത് തെറ്റിദ്ധാരണകൾ മാറ്റി എല്ലാവരും ആത്മാവിൽ വളരുവാനും ആത്മാവിൽ ജീവിക്കുവാനും ആത്മാവിനെ അനുഭവിക്കുവാനുള്ള ഭാഗ്യം തരട്ടെ എന്ന് ഈ കൺവെൻഷൻ വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി. ഇന്നത്തെ ദിവസം ഈ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഇന്ന് വരാനുണ്ടായ പ്രത്യേകമായ കാരണം? ഞാൻ ഈ സുവർണ ജൂബിലിക്ക് വരാനുണ്ടായ പ്രത്യേക കാരണം, ഇപ്പോൾ എനിക്ക് 45 വർഷമായി ഈ റിന്യൂവൽ എക്സ്പീരിയൻസ്. എനിക്ക് റിന്യൂവൽ കാരണമാണ് ഞാനൊരു സിസ്റ്ററായി തന്നെ തുടരുവാനുള്ള ശക്തിയും ആത്മാവിൻ്റെ പ്രേരണയും ആത്മവിശ്വാസവും ദൈവ അനുഭവവും എനിക്ക് ലഭിച്ചത്. ഞാൻ 14 വയസ്സായിരുന്നപ്പോൾ എനിക്ക് ആദ്യത്തെ ദൈവാനുഭവം ഉണ്ടായിരുന്നു. ആ ദൈവാനുഭവം ഇന്നും എന്നിലുണ്ട്. പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ ജീവിക്കുന്നു. ഈ റിന്യൂവൽ വഴി എനിക്ക് എപ്പോഴും റിന്യൂവൽ ഒരു സപ്പോർട്ടാണ്. റിന്യൂവൽ എന്നെ വഴി കാണിക്കുന്നു. ആത്മാവിനെ ശ്രദ്ധിക്കുവാൻ, എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ശ്രദ്ധിക്കുവാൻ റിന്യൂവലാണ് എന്നെ പഠിപ്പിച്ചത്. അതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എന്നെ പെട്ടെന്നൊന്ന് ക്യാൻസർ സ്പർശിച്ചു. ആ 2 മാസം കൊണ്ട് എൻ്റെ ഒരു സൈഡ് എടുത്തു കളഞ്ഞെങ്കിലും എന്നും എൻ്റെ ശരീരത്തിന് ഒരു പ്രശ്നവുമില്ല. എന്നെ പൂർണ്ണമായിട്ടും എന്നെ ക്യൂറാക്കി ഈശോ 2 മാസത്തിനുള്ളിൽ. അതിൽ പിന്നെ ഞാൻ ധാരാളം നന്മ ചെയ്തിട്ടുണ്ട്. ദൈവം എന്നെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ 50 വർഷം സുവർണ ജൂബിലി ഇന്ന് ഡിവൈനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് മേരിയമ്മ, കോട്ടയത്തെ അതിരമ്പുഴയിൽ നിന്ന് ഇതിനുവേണ്ടി മാത്രം എത്തിച്ചേർന്ന മേരിയമ്മയുണ്ട്. മേരിയമ്മ, എന്തുകൊണ്ടാണ് ഈ ഒരു നവീകരണത്തിൻ്റെ 50ാം വർഷത്തിലേക്ക്, പ്രത്യേകിച്ച് സുവർണ ജൂബിലിയുടെ ഈ നിറവിലേക്ക് എത്തിച്ചേരാൻ കാരണം? ഞാൻ ഈ കരിസ്മാറ്റിക്കിലൊക്കെ വരുന്ന ആളാണ്. പക്ഷെ ഞാൻ 2 ആഴ്ചയായിട്ട് എനിക്ക് തീരെ മേല. അപ്പം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തി സോണിൻ്റെ ആളാണ്. ആ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, എടി മേരും നീ പോര്. ഞാൻ പറഞ്ഞു, ഇന്നലെ വരെ മിനിയാന്ന് വരെ ഞാൻ പോരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്ന. പരിശുദ്ധാത്മാവ് നിന്നെ തോന്നിക്കുക, അല്ലെങ്കിൽ അമ്മ മാതാവ് എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട്. അമ്മയുടെ ഭയങ്കര ശക്തി എനിക്കുണ്ട്. അങ്ങനെയാണ് വരാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അവസ്ഥ. അപ്പം അന്നേരം എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവ് എന്നെ തോന്നിച്ച് ഞാൻ അവിടുന്ന് എനിക്കൊരു സ്ഥലം കിട്ടണമെന്നും പറഞ്ഞ് വന്ന. അന്നേരം വീട്ടിൽ നോക്കാനായിട്ട് ഞാനിങ്ങനെ വന്നതാണ്. ഇവിടെ ഇന്നത്തെ ഈ ദിവസം, ഈ ഒരു നവീകരണത്തിൻ്റെ ദിവസം രാവിലെ വന്നതല്ലേ, ഇപ്പോൾ വൈകുന്നേരം ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ദിവസത്തിൽ നിന്ന് കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചെന്താണ്? അനുഭവിക്കാൻ സാധിച്ചത്, എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവം എന്നിലൂടെ എന്നെ ഒരു കുളിർമ പോലെ എനിക്ക് വന്നു. അത്ഭുത ശക്തി എന്നിൽ പ്രവർത്തിച്ചു. അപ്പോൾ എനിക്ക് എന്തോ ഒരു വിളവ് കിട്ടിയതുപോലെ എനിക്ക് തോന്നി. അത് കാരണം ഞാനിപ്പോൾ ഇറങ്ങി പോകുന്നത്. ഓക്കെ ചേച്ചി, നേരത്തെ പറഞ്ഞിരുന്നു പല മരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അങ്ങനെ ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് 1-2 വാക്ക് പറയാം. എൻ്റെ മൂത്ത മോളുണ്ടായപ്പോഴും എനിക്ക് മരണം സംഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച കാരിത്താസിൽ 1 മാസം മുഴുവൻ കിടന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പം മകൾക്കും കിട്ടിയാലെന്ന് പറഞ്ഞ് മകളെ കൊണ്ട് കളഞ്ഞതാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു. മകൾ ഇന്നിപ്പം 5 രാജ്യം കിടന്ന് 6ാമത്തെ രാജ്യത്ത് പോയി. അത് കഴിഞ്ഞ് മോനുണ്ടായപ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം അന്നത്തെ കാലത്ത് ഒരു പശുവിനെ മേടിച്ച് 8,000 രൂപയുടെ അത് മോൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അതും
ഇതൊന്നും വേണ്ട, അതൊക്കെ വല്ലതും കേൾക്കുകയല്ലേ, അത്ഭുതമാണെന്ന് പറയുമ്പം. അപ്പം അങ്ങനെ ഭയങ്കര അത്ഭുതം. പിന്നെ 2 കിഡ്നി ഓപ്പറേഷൻ ചെയ്തതാണ്. അങ്ങനെ ലാസ്റ്റ് ന്യൂമോണിയൻ്റെ ഇവിടെ വന്ന് കൂടി, അതും മരിച്ചു പോയെന്ന് പറഞ്ഞു. അങ്ങനെ 4 പ്രാവശ്യം മരിച്ചെന്നും 1 പ്രാവശ്യം ഇടിവിട്ടത് 2022. ഇതിനൊക്കെ രക്ഷപ്പെട്ടതും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയതാണ് മാതാവിൻ്റെ പ്രത്യേക ശക്തി. കുഞ്ഞുനാളിലെ അപ്പച്ചനും അമ്മയും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. 3 വയസ്സായപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. 10 വയസ്സായപ്പോൾ അമ്മ മരിച്ചു. അപ്പച്ചൻ 23 വയസ്സുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി 10-40 പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇപ്പോഴും അപ്പച്ചൻ്റെ ഫോട്ടോ തിരുവനന്തപുരത്തുണ്ട്. സ്വന്തം ജീവനെ ബലി കഴിച്ചതാണ്. 23 വയസ്സിലാണ് എൻ്റെ അപ്പച്ചൻ മരിക്കുന്നത്. വലിയൊരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. ഈ ഒരു വളരെയധികം ചെറുപ്പത്തിൽ തന്നെ അപ്പനെയും അമ്മയും നഷ്ടപ്പെട്ടു. പിന്നീട് സഹനത്തിലൂടെ ഒരു ജീവിതയാത്ര, പല മരണത്തിൻ്റെ ഘട്ടങ്ങളുണ്ടായിരുന്നു. ജീവിത പങ്കാളി മരിച്ചുപോയി. പല മരണത്തിൻ്റെ ഘട്ടങ്ങളുണ്ടായിരുന്നു. സ്വന്തം ജീവിത പങ്കാളി മരിച്ചുപോയി. അങ്ങനെ പല ഒരു അനുഭവങ്ങളിലൂടെയും നമ്മുടെ മേരിയമ്മ ചേച്ചി നടന്നു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഭയങ്കര അത്ഭുതത്താൽ അതെ സങ്കടമില്ല. അതെ അതെ. അപ്പോൾ ഒരു വലിയൊരു ദുരിതാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും തന്നെ കർത്താവിനെ പിന്തുടർന്ന് തന്നെ രക്ഷിച്ചത് യേശുക്രിസ്തു ആണ്, തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ കന്യകാമറിയമാണെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം എന്ന് നമുക്ക് 50ാം നിറവിൽ, അതായത് കേരള കരിസ്മാറ്റിക് നവീകരണ വർഷത്തിൻ്റെ 50ാം നിറവിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മേരിയമ്മേ, ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ സഹായവും ശക്തിയും പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും മേരിയമ്മയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എൻ്റെ മാതാവ് എൻ്റെ കൂട്ടത്തിൽ, എൻ്റെ അമ്മയുണ്ട്. അമ്മ എന്നെ വിളിച്ചാൽ ഞാൻ ആർക്ക് വേണ്ടി അമ്മയുടെ കാര്യം പറഞ്ഞാലും അവർ ആ സമയത്ത് അവർക്ക് നടക്കും. താങ്ക് യു ചേച്ചി. ഡിവൈനിൽ നടക്കുന്ന കേരളത്തിലെ 50 വർഷത്തെ കരിസ്മാറ്റിക് ഉണർവിൻ്റെ സുവർണ ജൂബിലിയിൽ നമ്മൾ കാണുന്ന ഒരു പുസ്തക ശേഖരമാണ്, ഒരു പുസ്തക ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു പുസ്തക ലൈബ്രറിയിൽ 2-3 പുസ്തകങ്ങൾ ഇന്ന് പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പുസ്തകം ആൻഡ്രൂസ് താഴത്ത് പിതാവ് പ്രകാശനം ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെയാണ് പ്രകാശനം നടത്തുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ സൽജു ജോസഫ് ചേട്ടനുണ്ട്. ചേട്ടാ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്? എന്തൊക്കെയാണ് ഈ പുസ്തക പ്രകാശനം? കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പുസ്തകശാലയാണിത്. ഇന്ന് തന്നെ 3 പുതിയ പുസ്തകങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ബൈബിൾ പഠനത്തിന് പറ്റുന്ന പുസ്തകങ്ങൾ, നൊവേന പുസ്തകങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ആവശ്യമായ ധാരാളം പുസ്തകം, വളരെ വിപുലമായ ഒരു പുസ്തക ശേഖരണമാണ് ഇവിടെ ഉള്ളത്. രാവിലെ മുതൽ തന്നെ ജനങ്ങളെ വന്നവരെല്ലാവരും ഇതിനോട് വളരെ നന്നായിട്ട് തന്നെ സഹകരിക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. കൂടുതൽ പേര് വന്ന് പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഇതിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കപ്പെടുന്ന പുസ്തകം, ഏറ്റവും കൂടുതൽ വാങ്ങിക്കപ്പെടുന്ന ഇന്ന് പുതിയതായിട്ട് പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളുണ്ട്. അതുപോലെ LSS ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മാർഗരേഖ, ഇതെല്ലാം കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി വിശ്വാസികളെല്ലാവരും കൂടുതൽ ഇത് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് യാമപ്രാർത്ഥനകൾ, അവർ വിശുദ്ധരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, ബൈബിള് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ബൈബിൾ പഠന മാർഗരേഖകൾ, ഇതെല്ലാം കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഇന്ന് ഡിവൈൻ റിട്രീറ്റ്സിൽ നടക്കുന്ന കേരള കരിസ്മാറ്റിക് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ മുമ്പിലായിരിക്കുന്നത് ഇപ്പോൾ ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. ഏകദേശം 45 വർഷത്തോളം കരിസ്മാറ്റിക് നവീകരണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേരി ചേച്ചിയാണ്, മേരി മേലെപ്പറമ്പിലാണ്. അപ്പോൾ ചേച്ചിയുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക് വന്നത്? 45 വർഷം, ഏകദേശം 1980-ലാണ് ചേച്ചിയുടെ നവീകരണം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചേച്ചി 1-2 വാക്ക് സംസാരിക്കും. ഞാൻ കരിസ്മാറ്റിക് ധ്യാനം കൂടാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്, എൻ്റെ ഫാദർ മരിച്ചു. 80 ജൂലൈയിൽ ഫാദർ മരിച്ചു. അപ്പോൾ അവർ വന്നൊരു നിസ്സഹായത, പെട്ടെന്നുള്ള ഒരു ഇതിൽ വന്നപ്പം മനുഷ്യനിൽ ആശ്രയിക്കാനൊരു സാധ്യതയില്ലാത്തത് കൊണ്ട് തമ്പുരാൻ്റെ ഒരു ആശ്രയത്വം തേടി പോയതാണ്. അപ്പം ഇടവകയിലൊരു കരിസ്മാറ്റിക് ധ്യാനം വന്നു. ആ ധ്യാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സംബന്ധിക്കുന്നത്. അപ്പം അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ പൗലോസിലയുടെ വാക്കുകൾ, ഞാൻ എനിക്കെന്തിനെക്കുറിച്ചെങ്കിലും പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും. അത് കൊരിന്ത്യർക്ക് ലേഖനം 2-ാമത്തെ ലേഖനം 11-ാമത്തെ 30-ാമത്തെ വചനമാണ്. അതോടൊപ്പം തന്നെ 12-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ പൗലോസിലെ ഈശോ പ്രാർത്ഥിക്കുകയാണ്, ഈ മുള്ളൊന്ന് മാറ്റിത്തരണം. അപ്പോൾ ഈശോ മറുപടി കൊടുക്കുന്നതാണ്, നിനക്ക് എൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. ഈ 2 വചനഭാഗമാണ് യഥാർത്ഥത്തിൽ അന്ന് ഞാൻ ധ്യാനിച്ചത്. ആ വചനമാണ് ഇന്നും എന്നെ വഴി നടത്തുന്ന കാരണം എൻ്റെ ബലഹീനതയിൽ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുടനീളം, ഒരു യാത്രയിലായാലും, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴായാലും, ഒരു കാര്യം തീരുമാനമെടുക്കുമ്പോഴായാലും, എപ്പോഴും സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്ന മുകളിലെവിടെയോ ഇരിക്കും, സംതിങ് എബവ് ആണെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ്
കാരണം അത് എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് ആശ്രയിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് തമ്പുരാനിലുള്ള ആ ഒരു സാന്നിധ്യം, ഒരു പരിശുദ്ധാത്മ ഒരിക്കൽ എനിക്ക് തന്ന ഒരു മെസ്സേജ് ഇതാണ് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ: ലീവ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോഡ്. അപ്പോൾ ആ ഒരു അതെൻ്റെ പ്രാർത്ഥനയായിട്ട് ഞാൻ മാറ്റി, ലീവ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോഡ്. അപ്പോൾ ഇന്ന് ജീവിക്കുക, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക. അപ്പോൾ ആ ഒരു ബോധ്യം, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസപ്രദമായ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം. ബാക്കി അവൻ എന്തെല്ലാം ഉണ്ടെങ്കിലും, ബന്ധുബലം ഉണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, അധികാരമുണ്ടെങ്കിലും, ഇതൊന്നും അവന് സംതൃപ്തി നൽകില്ല. അതേസമയം ദ പ്രസൻസ് ഓഫ് ദ ലോഡ് അത് അവന് ഏറ്റവും അങ്ങേയറ്റം സംതൃപ്തിദായകമാണ്. അവൻ സുരക്ഷിതനാണെന്നുള്ളതാണ് എൻ്റെ ജീവിത അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ബോധ്യത്തിലാണ് എൻ്റെ ജീവിതം. ഇപ്പം എനിക്ക് വയസ്സ് 73 ഈ വർഷം അത്രയും ഈ ഒരു വൈകല്യത്തോടു കൂടി ഞാൻ യാത്ര ചെയ്യാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പം ആ ഒരു സുവിശേഷത്തിന് വേണ്ടിയുള്ള എൻ്റെ യാത്രയിൽ അപരിചിതമായ സ്ഥലങ്ങളോട് പോകുമ്പോഴൊക്കെ ഒരുപാട് മനുഷ്യർ എന്നെ സഹായിക്കാൻ വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഈശോയോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ മനുഷ്യരല്ലേ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നത്? എനിക്ക് എന്ത് മേന്മയുണ്ടായിട്ടാണ് എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നത്? അപ്പോൾ ആ മനുഷ്യരൊക്കെ അവരെല്ലാം ദൈവത്തിന് സാന്നിധ്യമായതുകൊണ്ടാണ് അവരെന്നെ സ്നേഹിക്കുന്നത്, അല്ലാതെ എൻ്റെ യോഗ്യത കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് മനുഷ്യരുടെ ആ ഒരു കൈപിടിച്ച് ഉള്ള ഒരു താങ്ങും പ്രാർത്ഥനയും, എനിക്കൊരു പ്രാർത്ഥിക്കുന്ന ഒത്തിരി മനുഷ്യരുടെ ആ ഒരു സഹായമൊക്കെയാണ് എന്നെ ഇന്നും ഈ 45 കൊല്ലം നിൽക്കുമ്പോഴും ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ സഹായിക്കുന്നത്. പിന്നെ എന്നോട് ചോദിച്ചതുപോലെ ഒരു ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു നവീകരണ ധ്യാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ഒരുവൻ അനുഭവിച്ചറിയുന്ന ഏറ്റവും മനോഹരമായ ദിവസങ്ങളാണ്. കാരണം നാം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി പാടുപെടുന്നു. അപ്പോൾ യോഹന്നാൻസ്ലീഹ പറയുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചതിലല്ല ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നതോ പിന്നെയോ അവിടുന്ന് നമ്മെ സ്നേഹിച്ചതിലാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നത്. ആ ഒരു സ്നേഹം അനുഭവിക്കുന്നവന് അത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം പങ്കുവയ്ക്കലാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് വചനം പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതല്ല. അതേസമയം ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം പങ്കുവയ്ക്കാതിരിക്കാൻ എനിക്ക് പറ്റാതെ വരികയാണ്. യഥാർത്ഥത്തിൽ അതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. അപ്പം പൗലോസ്ലീഹയുടെ ജീവിതം, ഒരിക്കലും ഞാൻ ശുശ്രൂഷ മേഖലയിലുള്ള എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു മെസ്സേജ് ഇതാണ്: പൗലോസ്ലീഹയെ ധ്യാനിക്കുക. അപ്പോൾ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം ധ്യാനിച്ചാൽ നമുക്ക് ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിൽ നമുക്ക് ഒരു പരാതിയും ഉണ്ടാവില്ല. താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏറ്റെടുക്കുന്ന കഷ്ടപ്പാടുകളും യാതനകളും അതിനേക്കാളെല്ലാം അധികം മറ്റുള്ളവരെ കുറിച്ച് ഉള്ളിലെരിയുന്ന ഒരു തീഷ്ണതയും, സഭകളെക്കുറിച്ചുള്ള തീഷ്ണത എന്നൊക്കെ പോലെ ചില പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ അത് മറ്റുള്ളവരും കൂടി അനുഭവിക്കണം എന്നടങ്ങാത്തൊരു ആഗ്രഹം എനിക്കുണ്ടാവും. എന്തുവാ ഈയിടെ അടുത്ത കാലത്ത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ, നാം സഭയിലായിരിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം അനേകരോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് സുവിശേഷ പ്രഘോഷണം. അത് ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ്. അല്ല, ഈശോ ഉത്ഥാനം ചെയ്തതിനു ശേഷം ഈശോ പറയുന്ന ഇതാണല്ലോ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെ ശിഷ്യപ്പെടുത്തുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക, പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം നൽകി അവരെ സഭയിൽ അംഗമാക്കി തരിക. അപ്പോൾ ഇത് ഓരോ ക്രൈസ്തവൻ്റെയും പരമമായ കടമയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഓർക്കാണ്ട് ഈ രക്തസാക്ഷികളൊക്കെ എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുമ്പോഴും സന്തോഷത്തോടെ അവർ സ്വീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടിയുള്ള ഒരു കഷ്ടപ്പാടും ഒരു മനുഷ്യനെ സംബന്ധിച്ച് കഷ്ടപ്പാടല്ല. അവൻ അറിയാതെ തന്നെ അത് ചെയ്തു പോകും എന്ന് പറഞ്ഞാൽ അതാണ് യർമ്യാ പ്രവാചകൻ പറയുന്ന പോലെ, മിണ്ടില്ലെന്ന് പറയുമ്പോഴും അസ്ഥിക്കുള്ളിൽ അഗ്നി അടച്ചതുപോലെയുള്ളൊരു തീഷ്ണത. അപ്പോൾ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം പറയാതിരിക്കാൻ മനുഷ്യന് പറ്റില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. എറിക്മ
അതൊരു ഗ്രീക്ക് പദമാണ്. വിളിച്ചു പറയുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് ഉറക്കെ പറയുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മോട് സംസാരിക്കാനായിട്ട് മേരി ചേച്ചിയുണ്ട്. മേരി ചേച്ചി, എന്താണ് ഈ റിക്മ? അതിനെക്കുറിച്ച് അതിന് സുവിശേഷ ദിനത്തെ പറ്റി പറയാം. സിയുടെ കേരള കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒരു മിനിസ്ട്രിയാണ് കിറിക്മ എന്ന് പറയുന്നത്. അത് ശരിക്കും സുവിശേഷ പ്രഘോഷണ പരിശീലനമാണ്. കിറിക്മ എന്ന പദബന്ധം പറയുന്നത് ഉറക്കെ പറയുക, വിളിച്ചു പറയുക, എന്നല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭ സുവിശേഷ പ്രഘോഷണം എന്നാണ്. അപ്പോൾ കിറിക്മയുടെ കോഴ്സുകൾ നടക്കുമ്പോൾ എങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത് എന്നാണ് ശരിക്കും പഠിപ്പിക്കുന്നത്. അതിൽ ഈശോ എന്താണ് പ്രഘോഷിച്ചത്, അപ്പോസ്തലന്മാരെന്താണ് പ്രഘോഷിച്ചത്, സഭ ഇന്ന് എന്താണ് പ്രഘോഷിക്കേണ്ടത്, എന്താണ് പ്രഘോഷിക്കേണ്ടത്, അതൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനമാണ് കൊടുക്കുന്നത്. അത് സഭയുടെ മർമ്മന്മാരുടെ അപ്പോസ്തലിക ലേഖനങ്ങളും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയും വിശുദ്ധ ഗ്രന്ഥവും എല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ഒരു പഠനം കൊടുക്കുന്നത്. ആ ഒരു കോഴ്സ് 4-5 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞാൽ അവർ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, കിറിക്മ എന്ന് പറയുന്ന ഈ ഒരു 7 നിത്യസത്യങ്ങൾ അടങ്ങുന്നതാണ്. കിറിക്മ എന്ന് പറയുന്നത് ദൈവസ്നേഹം, മനുഷ്യൻ്റെ പാപാവസ്ഥ, യേശുവിലുള്ള രക്ഷ, വിശ്വാസം, മനസാന്തരം, പരിശുദ്ധാത്മാവ്, കൂട്ടായ്മ, സുവിശേഷ പ്രഘോഷണം, അതിനോട് ചേർന്നാണ് നിത്യജീവനും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരുന്നത്. അപ്പോൾ ഈ 7 നിത്യസത്യങ്ങളെ അത് ഒരു പ്രാർത്ഥനയായിട്ടും ഡയലോഗായിട്ടും ഇവരെ പഠിപ്പിക്കും. അത് അവർ പുറത്തു പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ കിറിക്മ കേൾക്കുമ്പോൾ മനുഷ്യരിലുണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഏറെ പേരും കണ്ണുനീരോടുകൂടിയാണ് അത് കേൾക്കുന്നത്. കാരണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവസ്നേഹത്തിന് വേണ്ടി അങ്ങേയറ്റം ദാഹിക്കുന്ന ഒരു ജനത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാവാത്തതാണ് സ്നേഹമെന്ന് നമുക്കറിയാം. പക്ഷെ മനുഷ്യന് ഇന്ന് വ്യവസ്ഥകളില്ലാതെ, അതാണ് കിറിക്മയുടെ ഒന്നാമത്തെ സത്യം. ഇതാണ് വ്യവസ്ഥകളില്ലാതെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ജനതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സുവിശേഷം പ്രഘോഷിക്കാൻ ആൾക്കാരെ ബോധവൽക്കരിക്കണം. എല്ലാ ക്രൈസ്തവനും സുവിശേഷം പറയേണ്ടിയിരിക്കുന്നത്, അതിനാൽ തന്നെ അവൻ കടപ്പെട്ടവനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ചേച്ചി. കാസർഗോഡ് നിന്നാണ്, കാസർഗോഡ് മണ്ഡപം അല്ലേ? മണ്ഡപത്തിൽ അവിടെ നിന്നാണ് ഈ ഒരു മിഷൻ്റെ, പ്രത്യേകിച്ച് കേരള കരിസ്മാറ്റിക് സുവർണ ജൂബിലിയുടെ ആഘോഷത്തിന് വേണ്ടിയിട്ട് 3 ദിവസം ആഘോഷത്തിന് വേണ്ടിയിട്ട് ഡിവൈനിൽ മേരി ചേച്ചി എത്തിയിരിക്കുന്നത്. മേരി ചേച്ചി, ഒരുപാട് നന്ദി. താങ്ക് യു.